ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകരെല്ലാം കാത്തിരുന്നത് പോലെ ബിഗ് ബോസ് ഇന്ന് എത്തുകയായി. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് താമസം ഉണ്ടാകും, എന്നാൽ പോലും കഴിഞ്ഞൊരു സീസൺ പോലെ തന്നെ ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ നമ്മുടെ മുൻപിലേക്ക് എത്തുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ. കാരണം കഴിഞ്ഞൊരു സീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു സെറ്റിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞതിന് മുമ്പിലത്തെ സീസൺ വരെ നമുക്ക് ലേറ്റ് ആയിട്ട് ബിഗ് ബോസ് എത്തിയിരുന്നത്. കഴിഞ്ഞ സീസണിൽ നമുക്ക് സ്വന്തമായിട്ടൊരു സെറ്റ് കൂടി വന്നിട്ടും കുറച്ച് ഡിലേ ആയി. കാരണം ജിയോ ഹോട്ട്സ്റ്റാറും കാര്യങ്ങളും ഒക്കെ ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ കുറച്ച് ടെക്നിക്കൽ താമസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ സീസൺ പതിവിലും താമസിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു സെറ്റും കൂടി വന്നപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു സാധാരണ രീതിയിൽ നടന്നു വരുന്നത് പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 മുതൽ മുൻ സീസണുകളിലെ പോലെ മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു സമയങ്ങളിലേക്ക് വരുമെന്ന് നമ്മൾ കരുതിയിരുന്നു, അല്ലെങ്കിൽ കുറച്ച് പ്രതീക്ഷകളൊക്കെ തന്നിരുന്നു. ഈ ഒരു സീസൺ നേരത്തെ എത്തും, കാരണം സ്വന്തമായിട്ടൊരു സെറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ബട്ട് ടെക്നിക്കൽ ഇഷ്യൂസും അതുപോലെ തന്നെ ലാലേട്ടന്റെ ഡേറ്റ് ഇഷ്യൂസ്, അതുപോലെ സ്പോൺസേഴ്സിന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം കൊണ്ട് ഈ ഒരു സീസണും കുറച്ച് ഡിലേ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഈ ഒരു സമയത്ത് നടക്കുന്നത് കോമഡി കുക്ക് എന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാം ആണ്. ആദ്യ സീസൺ തമിഴിൽ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുക്ക് വിത്ത് കോമാളി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ മലയാളം വേർഷൻ ആണ് കോമഡി കുക്ക് എന്ന് പറയുന്നത്. അതിപ്പം ആദ്യ സീസൺ ആയതുകൊണ്ട് തന്നെ 2-3 മാസങ്ങളോളം ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം 4-5 മാസങ്ങൾ വരെയും 6 മാസങ്ങൾ വരെയൊക്കെ നീണ്ടുപോയേക്കാം. എന്നാൽ പോലും ആദ്യ സീസൺ എന്ന നിലയിൽ 2-3 മാസത്തേക്ക് കാണാനുള്ള സാധ്യതകളുള്ളൂ. അത് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങുന്നതായിരിക്കും. അതിന്റെ ഒരുക്കങ്ങളൊക്കെ അണിയറയിൽ തുടങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിലേക്ക് വേണ്ട ക്രൂസിന്റെ എൻക്വയറീസും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. നമ്മുടെ ബിഗ് ബോസിന്റെ തന്നെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന രഘുരാജ് തന്റെ ഒഫീഷ്യൽ ഹാൻഡിലിൽ കൂടെ തന്നെ ബിഗ് ബോസിന്റെ അണിയറയിലേക്ക് ക്രൂസിനെ വേണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ആഡൊക്കെ പോസ്റ്റ് ചെയ്തതൊക്കെ നമ്മളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് തമിഴ് സീസൺ 10ന്റെ ക്രൂസിനെയും അവര് തിരക്കുന്നുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം അതെല്ലാം അണിയറയിൽ പ്രോപ്പറായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇനിയിപ്പം വളരെ ചെറിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഓൾറെഡി മെയ് ആയി, ഇനിയിപ്പോൾ ജൂൺ, ജൂലൈ 2 മാസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ സീസൺ 8ന്റെ ഒരു ലോഗോ നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പം കഴിഞ്ഞൊരു സീസണെ സംബന്ധിച്ച് ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിക്കൊണ്ട് മെയ് 21-ാം തീയതിയാണ് ഇവർ ലോഗോയും കാര്യങ്ങളും ലോഞ്ച് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു ബിഗ് ബോസിന്റെ സമയത്ത് അല്ലെങ്കിൽ ലോഗോ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയത്ത് നമ്മുടെ ദൃശ്യത്തിന്റെ റിലീസ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഒരു ലോഗോ കൂടി ഉണ്ടായി ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ പോലും നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ അതിന്റെ അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആ ദിവസമോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ ഉണ്ടാകുമോ എന്ന്. നിലവിൽ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും ഇതുവരെയും ഒരു അറിവ് ലഭിച്ചിട്ടില്ല. എന്നാൽ പോലും വളരെ കുറച്ച് മാസങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാസം അവസാനത്തേക്കെങ്കിലും നമുക്കൊരു ലോഗോ ലോഞ്ച് പ്രതീക്ഷിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഈ വരുന്ന ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയാണ് തുടങ്ങുന്നത് എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിലേ ആയേക്കാം. ബട്ട് മോസ്റ്റ് പ്രോബബിളി ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ സീസൺ തുടങ്ങിയതുപോലെ തന്നെ ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിൽ തന്നെ ആയിരിക്കും തുടങ്ങാനുള്ള സാധ്യതകൾ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കോമഡി കുക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമും ആ ഒരു സമയമാകുമ്പോഴത്തേനും അവസാനിക്കാൻ ഉള്ള സാധ്യതകളുണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയാണ്, എന്തുകൊണ്ട് തുടങ്ങുന്നില്ല, എന്താണ് തുടങ്ങാൻ താമസം. കഴിഞ്ഞൊരു സീസൺ മുതൽ എല്ലാവരും പറയുന്നുണ്ടല്ലോ സ്വന്തമായിട്ടൊരു സെറ്റൊക്കെ മലയാളത്തിനുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇതുവരെയും വൈകിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സെറ്റിൽ തന്നെ സമയത്ത് നടത്തിക്കൂടെ? അപ്പൊ അതിനിടയിൽ നടന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കുറച്ച് ഡിലേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. എനിവേസ് നല്ലൊരു സീസൺ വരട്ടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക്. പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് മികച്ചൊരു സീസണ് വേണ്ടിയിട്ട്. കാരണം സീസൺ 1 കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും മികച്ചൊരു സീസൺ കാണാൻ ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. ബിഗ് ബോസ് കാണുന്നവർക്കറിയാം മികച്ചൊരു സീസൺ വന്നിരുന്നോ എന്ന്. അതല്ലാതെ ഇടയ്ക്ക് വെച്ച് കണ്ടവരോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ബിഗ് ബോസിന്റെ ഹൈപ്പൊക്കെ അറിഞ്ഞ് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയവർക്കോ ഒന്നും ഇതേപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കത്തില്ല. ബട്ട് ബിഗ് ബോസിനെ സ്നേഹിക്കുന്നവർക്കും ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കും അറിയാം സീസൺ 1 ശേഷം മികച്ചൊരു സീസൺ എന്ന് പറയാവുന്ന ഒരു സീസണും ഇതുവരെയും വന്നിട്ടില്ല. സീസൺ 1 എന്ന് പറയുന്നത് അത്രയ്ക്ക് പവർ പാക്ഡ് ആയിട്ടുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിൽ
വേയിലും എന്താ പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പാക്ഡ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. എല്ലാ ഇമോഷൻസും അതുപോലെ തന്നെ എല്ലാ വെറൈറ്റി ഓഫ് മേഖലയിൽ നിന്നും ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് അതിലുണ്ടായിരുന്നു. അതുപോലെ കണ്ടസ്റ്റൻസിന്റെ മികച്ച പ്രകടനങ്ങൾ ആ ഒരു സീസണിൽ പ്രേക്ഷകർക്കെല്ലാം കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവരൊരു ജെന്യുവൻ ആയിട്ട് അതിനകത്ത് പലരും നിന്നു. അതേപോലെ ആദ്യത്തെ ഒരു സീസൺ ആയിരുന്നത് കൊണ്ട് പ്രേക്ഷകർക്ക് മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 1 എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് വന്ന സീസൺ എന്ന് പറയുമ്പോൾ 2ഉം 3ഉം ഒരു പല രീതിയിൽ ഉഴപ്പിപ്പോയി. അടുത്തത് പിന്നെ സീസൺ 4 ആണ് എത്തിയത്. സീസൺ 4ലേക്ക് വന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷകളുമായിട്ടാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിയത്. 24/7 ലൈവും കൂടി എത്തിയത് കൊണ്ട് തന്നെ സീസൺ 4നെ പറ്റി പറയുമ്പോൾ പലരും പറയുന്നുണ്ട് സീസൺ 4 ആണ് മികച്ചത് എന്ന്. അപ്പൊ സീസൺ 1 കാണാത്ത പലരും അങ്ങനെ പറഞ്ഞേക്കാം. സീസൺ 1 കണ്ട ആരും തന്നെ സീസൺ 4 മികച്ചത് എന്ന് പറയത്തില്ല. സീസൺ 4 നല്ല രീതിയിൽ തന്നെ ആയിരുന്നു. 24/7 ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ഓഡിയൻസ് പുള്ള് സൃഷ്ടിക്കാൻ സീസൺ 4 സാധിച്ചു. മികച്ച കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു. നിരവധി മേഖലയിൽ നിന്നുള്ള ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള കുറെ കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു. എന്നാൽ മൊത്തത്തിൽ അതിന്റെ ഒരു പര്യവസാനം എന്ന് പറയുന്നത് അത്രയ്ക്ക് എഫക്റ്റ് തരുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഡിസേർവിംഗ് വിന്നർ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല സീസൺ 4നെ സംബന്ധിച്ച്. സീസൺ 1 എന്ന് പറയുന്നത് അങ്ങനെയല്ല. എല്ലാ മേഖലയിലും ആ ഒരു സീസൺ ശരിക്കും പ്രേക്ഷകരെ അമ്പരിപ്പിച്ചു എന്ന് തന്നെ പറയാം. മികച്ചൊരു വിന്നറെ തന്നെ നമുക്ക് കിട്ടി. സാബുമോൻ എന്ന് പറയുന്ന മികച്ചൊരു വിന്നറെ തന്നെ സീസൺ 1 കിട്ടി. പക്ഷെ സീസൺ 4ലേക്ക് വരുമ്പോൾ പല സൈഡിലും നമുക്ക് മികച്ച രീതിയിൽ നിൽക്കുമ്പോൾ പല സൈഡിലും അത്ര മികവ് പുലർത്തിയിരുന്നില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു സീസൺ ഒത്തിരി ഹൈപ്പോട് കൂടി എത്തിയത് കൊണ്ട് തന്നെ സീസൺ 1ന് ശേഷം 2ഉം 3ഉം മികച്ച രീതിയിൽ വരാത്തത് കൊണ്ട് സീസൺ 4ന് അത്രയ്ക്ക് നല്ലൊരു ഓഡിയൻസ് ഫുള്ളും കിട്ടി. 24/7 കൂടി ഉണ്ടായിരുന്നത് കൊണ്ട്. പിന്നീട് നമുക്കറിയാം ഓരോ സീസൺ കഴിയും തോറും ബിസിനസ് പരമായിട്ട് മികവ് പുലർത്താൻ സാധിച്ചെങ്കിലും ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോപ്പ് തന്നെയായിരുന്നു. സീസൺ 5 ആണെന്നുണ്ടെങ്കിൽ 6 ആണെന്നുണ്ടെങ്കിൽ 7 ആണെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അട്ടർ ഫ്ലോപ്പ് തന്നെയായിരുന്നു. കണ്ടസ്റ്റൻസിന്റെ സെലക്ഷൻ, കണ്ടസ്റ്റൻസിന്റെ പ്രകടനം, അതുപോലെ തന്നെ ബിഗ് ബോസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഓരോ ടാസ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്കറിയാം വളരെ മോശമല്ലെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡിന് മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ടാസ്കുകൾ പോലും അല്ലായിരുന്നു പല സീസണുകളിലും. പിന്നെ ഒരു സൈഡിൽ കണ്ടസ്റ്റൻസിന്റെ വെറും ദയനീയമായിട്ടുള്ള ഓരോ പ്രകടനങ്ങൾ കൂടി ആയപ്പോഴത്തേനും സീസണൊക്കെ ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ ഫ്ലോപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നു. സീസൺ 7 ആണെന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞൊരു സീസൺ കൂടി എടുത്തു നോക്കിയാൽ നമുക്കറിയാം എന്തൊക്കെയോ ബിഗ് ബോസ് ശ്രമിച്ചു നോക്കി മികച്ചൊരു സീസൺ കൊണ്ടുവരാൻ വേണ്ടി മികച്ചൊരു തീമൊക്കെ ആയിട്ട് എത്തി. പക്ഷെ പടിപ്പുര എന്ന് പറയുന്ന ആ ഒരു തീം അത്ര മികച്ച രീതിയിൽ എഫക്റ്റീവ് ആയിട്ടില്ല. അതുപോലെ തന്നെ അത് മികച്ച രീതിയിലാക്കാൻ കണ്ടസ്റ്റൻസിന് സാധിച്ചില്ല. എങ്ങനെയൊക്കെ കുറെ ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടും അതുപോലെ നമ്മുടെ PR വർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ PRന്റെ ഹ്യൂജ് എമൗണ്ട് പേ ചെയ്ത് അങ്ങനെ ഒരു വിന്നറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. മൊത്തത്തിൽ ആ ഒരു സീസണ് നമുക്കൊരു മികച്ചത് എന്ന് പറയാൻ പറ്റത്തക്ക രീതിയിലുള്ള പ്രകടനങ്ങളൊന്നും കണ്ടസ്റ്റൻസിന്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. സോ ഈ ഒരു സീസൺ എങ്കിലും മികച്ച രീതിയിൽ വരുമെന്നാണ് ബിഗ് ബോസിന്റെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ കുറെ മുൻവിധിയോടുകൂടി വന്നിരിക്കുന്ന കുറെ കണ്ടസ്റ്റൻസിന്റെ ആരാധക കൂട്ടം പറയുന്നത് പോലെ അവർ മികച്ചതായിരുന്നു, ആ ഒരു സീസൺ നല്ലതായിരുന്നു എന്നൊന്നും അല്ല. ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പ്രേക്ഷകരുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാ സീസണിലും എല്ലാവരും പ്രതീക്ഷിക്കും മികച്ച കുറെ കണ്ടസ്റ്റൻസ് എത്തുമെന്ന്. അതുകൊണ്ട് ഈ ഒരു സീസണിലെങ്കിലും ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്ന് മികച്ച കുറെ കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുക്കട്ടെ. കുറെ സീരിയൽ ആർട്ടിസ്റ്റിനും അല്ലെങ്കിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വലിച്ചു കയറ്റിയിടാതെ എല്ലാ മേഖലയിൽ നിന്നും കൊണ്ടുവരട്ടെ. പ്രേക്ഷകർക്ക് അധികം പരിചയമില്ലാത്ത കുറെ ആൾക്കാരെ, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ബിഗ് ബോസിന്റെ ടീം ഈ ഒരു സീസണിലേക്ക് കൊണ്ടുവരട്ടെ. എന്നാൽ മാത്രമേ ആ ഒരു സീസൺ മികച്ച രീതിയിൽ എത്തുകയും അതിനകത്ത് കുറെ അണ്ടർഗ്രൗണ്ട് കളികളൊക്കെ കുറച്ച് കുറയുകയും ചെയ്യത്തുള്ളൂ. അതല്ലാതെ കുറച്ച് PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് കാശ് കൊടുത്ത് കുറെ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് മേഖലയിൽ നിന്നുള്ളവരും എല്ലാം ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ ഒരു ബിഗ് ബോസ് പോലത്തുള്ള റിയാലിറ്റി ഷോ തന്നെ നശിപ്പിച്ച് ഇവര് കുളം തോണ്ടി നമ്മുടെ കയ്യിൽ തരും. എല്ലാ സീസണും പ്രേക്ഷകർ നല്ല രീതിയിൽ വരുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ ആയിട്ട് നോക്കിയിരിക്കും. പക്ഷെ സീസൺ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകും എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്, എന്താണ് പുറത്ത് നടക്കുന്നത് എന്നൊക്കെ. സോ നമുക്ക് പ്രതീക്ഷിക്കാം മികച്ചൊരു സീസൺ ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്ന് ഒരുക്കും. നമുക്ക് ഈ ഒരു സീസൺ ആയിട്ട് മികച്ച രീതിയിൽ തന്നെ എത്തുമെന്നും പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും അണിയറയിൽ കാര്യങ്ങൾ ഒരുങ്ങി തുടങ്ങി. ഏറ്റവും അടുത്ത് തന്നെ നമ്മളിലേക്ക് ബിഗ് ബോസിന്റെ ലോഗോ ലോഞ്ചും ബിഗ് ബോസിന്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ സീസൺ 8 തുടങ്ങാൻ വേണ്ടി. നമ്മൾ എല്ലാ അപ്ഡേറ്റുകളും ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സീസണുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ താല്പര്യമുള്ള കണ്ടസ്റ്റൻസിന്റെ പേരുകളൊക്കെ നിങ്ങൾ പ്രേക്ഷകരൊന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആരൊക്കെ ഈ ഒരു സീസണിലേക്ക് വരും. നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു
കോളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സീസണിലേക്ക് വരാനുള്ള ബിഗ് ബോസിന്റെ കോളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. എനിവേസ് നിലവിൽ അതിനെപ്പറ്റി ഒരു ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടില്ല. ബട്ട് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ഡയറക്റ്റ് കോളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സമയത്ത് നടക്കും. ബിഗ് ബോസിലേക്ക് പോവേണ്ടവരൊക്കെ ബിഗ് ബോസിനെയും ഈ ഒരു സമയത്ത് കോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹൈപ്പിൽ ബിഗ് ബോസിലേക്ക് കയറി പറ്റാൻ വേണ്ടി പുറത്തൊക്കെ പല കോപ്രായങ്ങളും പലരും കാണിച്ചു കൂട്ടുന്നുണ്ട്. സോ ഇവരിൽ നിന്നൊക്കെ മികച്ച കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസിന് തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ. സീസൺ 1 പോലെ മികച്ചൊരു എന്റർടൈൻമെന്റ് പാക്കേജ് തന്നെ നമുക്ക് നൽകാൻ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിക്കട്ടെ. അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.